അതുപോലെ തന്നെ കുറ്റിപ്പുറത്ത് പിന്നെ CP ഉസ്താദിൻ്റെ കൂടെ പോകും. അങ്ങനെ ഒരിക്കൽ CP ഉസ്താദ് ഞങ്ങളോട് പറയുണ്ടായി, പള്ളിയുടെ ഇറക്കിലെത്തിയ സമയത്ത് ജിബ്രീൽ തക്കദ്ദം അങ്ങനത്തെ ഒരു വാക്കാണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. തക്കദ്ദം യാ ജിബ്രീൽ, യാ ജിബ്രീൽ. CP ഉസ്താദിനോട് പറഞ്ഞു തക്കദ്ദം യാ ജിബ്രീൽ. മണ്ണാർക്കാടുള്ള CP ഉസ്താദ്? അതെ 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 അതെ. ഞങ്ങൾ പോയിരുന്നു അവിടെ. പോയിരുന്നോ? സുഖമില്ലാണ്ടിരിക്കല്ലേ? ഇവിടെ വന്നിരുന്നു ജ്യേഷ്ഠൻ മരിച്ച സമയത്തൊക്കെ തന്നെ. തക്കദ്ദം യാ ജിബ്രീൽ. അന്ന് നിങ്ങൾ ആ ദർസിൽ പഠിച്ച ആളാ? ആ ദർസ് ഇവിടെ വീട്ടിലാണ്. അപ്പൊ ഉസ്താദിന്റെ ദർസിലുണ്ടായിരുന്ന ആളെ? ഉസ്താദ് ആ സംഭവം പറയുന്നുണ്ട്. ഉസ്താദ് PK സമസ്തയുടെ ജില്ലാ മുഷാവറ അംഗമൊക്കെ കാല് സുഖമില്ലാണ്ടൊക്കെ. അപ്പൊ ഉസ്താദിന്റെ കൂടെ നിങ്ങൾ പോകും? ഉസ്താദിന്റെ ഉസ്താദാണല്ലോ. അതെ, ഉസ്താദ് പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അന്ന് വിശദീകരിച്ചു. ആ ഉസ്താദ് പറഞ്ഞു തക്കദ്ദം യാ ജിബ്രീൽ എന്ന് പറഞ്ഞ സമയത്ത് ഉസ്താദ് കുറച്ച് സമയം ഞെട്ടിപ്പോയി എന്നാ പറഞ്ഞത് ഞങ്ങളോട്. ഞാൻ എന്താ കേൾക്കുന്നത് എന്ന്. അങ്ങനെയാണ് പിന്നീട് എന്ത് പറയുന്നത്, നടക്കൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ പള്ളിയിൽ പോയി പ്രധാനപ്പെട്ട ആളുകളുടെ ഒക്കെ സിയാർത്ത് ചെയ്ത് തിരിച്ച് വീട്ടിൽ വീണ്ടും വരികയുണ്ടായിരുന്നു. അങ്ങനെ പല ദിവസങ്ങളിലുണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ ഉസ്താദിനെ അറിയേണ്ടത്? പിന്നെ ഷെയ്ഖുനായിട്ടുള്ള ഒരേ അനുഭവങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ. പിന്നെ ആ സമയത്ത് തന്നെയാണ് പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഈ ഉസ്താദന്മാരൊക്കെ വരുന്ന സമയത്ത് ഭക്ഷണം ഉണ്ടാക്കും. ചില സമയത്ത് പിന്നെ കൂടുതൽ ആളുണ്ടാവും. ഉമ്മ മാത്രമേ വേറെ സഹായത്തിനോ ഞങ്ങളെ മരുമക്കളോ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭക്ഷണം ചിലപ്പോൾ തികഞ്ഞില്ല വന്നെങ്കിലും തോന്നുന്ന സമയത്ത് ഒരു പ്ലേറ്റ് കൊണ്ടുവരും എന്ന് പറയും. അപ്പോൾ ഒരു വലിയ പ്ലേറ്റ് കൊണ്ടുവരും. അതിൻ്റെ അകത്ത് പിന്നീട് കുറച്ച് കറികളൊക്കെ അതിൻ്റെ അകത്ത് ഒന്നിച്ച് കുഴച്ചിട്ട് അത് പിന്നീട് എല്ലാവരുടെ പ്ലേറ്റിലും കൊടുത്ത് എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ല, എല്ലാവർക്കും ഭക്ഷണം റെഡി. അങ്ങനെ നേരിട്ട് കണ്ടതാ? അതെ അതെ. ഭക്ഷണം തികയത്തില്ല, ആള് കൂടും, പക്ഷെ ഭക്ഷണം തികയത്തില്ല എന്ന് തോന്നിയാൽ ഒരു വലിയ സാനിലേക്ക് ഒന്നായിട്ട് ചോറിടും, അതിലേക്ക് കുറച്ച് കറി ഒഴിക്കും, എന്നിട്ട് ഒന്നായിട്ട് കുഴച്ച് എല്ലാവരുടെ പ്ലേറ്റിലും അങ്ങനെ ഇട്ട് കൊടുക്കും. അങ്ങനെയുള്ള ഒരു ദിവസം ഉണ്ടായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി ഇത് പറയുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സംഭവം മുജിസാത്ത് ഓർമ്മ വന്നു. ജാബിർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സഹാബത്തിനെയൊക്കെ ഉഹുദിൽ വിളിച്ചു വരുത്തുമ്പോഴേ ആ പാത്രത്തിലേക്ക് ഭക്ഷണം തികയത്തില്ല, എല്ലാവർക്കും ആ ഭക്ഷണം തികച്ച ഒരു സംഭവം ഉണ്ടല്ലോ, ചരിത്രത്തിലുണ്ടല്ലോ. റസൂലുള്ളാഹിയുടെ മുജിസത്താണ് മഹാന്മാരായ ഔലിയാക്കളിൽ നിന്ന് കറാമത്തായി ഇവിടെ കാണിച്ചിരുന്നത്. അത് ശരിക്കും കണ്ട ആളാണ് നിങ്ങൾ. അതെ അതെ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു എനിക്ക് ഒരു രസം തോന്നിയ അടുത്ത കാലത്തായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണത്. അതായത് എനിക്ക് കറികളിൽ ചില കറികളൊന്നും ഇഷ്ടമില്ലായിരുന്നു. ഈ മത്തൻ കുമ്പളങ്ങ കറി വെച്ച് വരും ഒരു ദിവസം ഉച്ചയ്ക്ക് വന്ന സമയത്ത്. അപ്പം ഞാൻ സ്കൂളിൽ പോയി വരുന്ന സമയത്ത് ഇവിടെ ഉണ്ട്, ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ കറി തൃപ്തി തോന്നിയില്ല. അദ്ദേഹം ഈ കറി എടുത്തിട്ട് എല്ലാവരെയും, എന്നെ മാത്രമല്ല എല്ലാവരെയും കുടിപ്പിച്ചു ഈ കുമ്പളങ്ങ കറി. അപ്പോൾ ഈ കുമ്പളങ്ങക്കറീൻ്റെ വിശേഷത പിന്നീട് എനിക്ക് മനസ്സിലായത്, അത് വളരെ ഔഷധമായ ഒരു പച്ചക്കറിയാണത്. അത് പഴുത്ത് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ നമ്മൾ കഴിച്ചാൽ ഷുഗർ ഉള്ളവർക്ക് 4 ദിവസം കൊണ്ട് ഷുഗർ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അതൊരനുഭവമാണ്. കുമ്പളങ്ങക്കറി, മത്തൻ കുമ്പളങ്ങ കാട്ടി തന്നു. ആ കുമ്പളങ്ങ പഴുത്ത് കഴിഞ്ഞാൽ പഴയ കാലങ്ങളിൽ ഈ പായസം വെക്കുകയായിരുന്നു. ശർക്കര ഉപയോഗിച്ച് നമ്മൾ പഴം പായസം വെക്കുന്ന മാതിരി കുമ്പളങ്ങ. അതെ. പക്ഷേ അതിൻ്റെ ഔഷധ ഗുണം ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ പലരും ഈ വാട്സപ്പിലൂടെയൊക്കെ തന്നെ അറിയാൻ കഴിഞ്ഞു. അതൊരു അനുഭവമാണ്. അതൊക്കെ മുമ്പ് നമ്മൾ ഷെയ്ഖുനെ പഠിപ്പിച്ചത് ഇപ്പം ഈ കാലത്ത് അതിങ്ങനെ ഈ സോഷ്യൽ മീഡിയ വൈറലായ സമയത്ത് സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ അതൊക്കെ മനസ്സിലാക്കുമ്പോൾ അത് പഴയ ഷെയ്ഖുനയുടെ അനുഭവങ്ങളാണ് ഓർമ്മ വരുന്നത്. അതൊരു പിന്നീട് ഇപ്പം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും. അപ്പോൾ ഷുഗർ ഉണ്ടായിട്ടല്ല, പക്ഷെ അത് കറി വെച്ച് കഴിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ എപ്പം കഴിക്കുമ്പോൾ ഓർമ്മ വരും അദ്ദേഹത്തെയാണ്, ഷെയ്ഖുനാനെ ഓർമ്മ വരും. പിന്നെ പ്രധാനപ്പെട്ടത് പറയും. പിന്നെ പ്രധാനപ്പെട്ട എല്ലാം പറയട്ടെ, പ്രധാനപ്പെട്ടെന്നല്ല, ഓരോ അനുഭവങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്ന മുഹിബ്യങ്ങളുണ്ട്. അത് അനുഭവിച്ച ആളാണല്ലോ ഈ പറയുന്നത്. നിങ്ങളുടെ മകൻ പറയുന്നതൊക്കെയല്ല നിങ്ങൾ പറയുന്നത്. അതെ അതെ അതെ. പിന്നെ അതുപോലെ പഴയ കാലത്ത് ഒരു മനുഷ്യൻ ഇവിടെ വരലുണ്ടായിരുന്നു. അപ്പോൾ CM വലിയതായൊക്കെ വരുന്നതിന് മുമ്പേ അദ്ദേഹം ഒരു തലക്കൊടയായിട്ട് ഉപയോഗിച്ചിട്ടായിരുന്നു ഇവിടെ വന്നിരുന്നത്. തലക്കൊട ഉപയോഗിച്ച് പിന്നെ ചോദിക്കുന്നത് നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ അദ്ദേഹം മറ്റൊരു രീതിയിലാണ് അങ്ങോട്ട് ഉത്തരം നൽകുക. അങ്ങനെയുള്ള ഒരു മനുഷ്യനുണ്ടായി ഇന്ന് പോലും. അദ്ദേഹം പിന്നെ ഞങ്ങൾ ഉപ്പയെല്ലാം കൂടി രാത്രി നിൽക്കുന്ന സമയത്ത് വലിയുള്ളതായി ചോദിച്ചിട്ടു, ഇങ്ങനെ
തലക്കൊടിയൊക്കെ ചൂടി കീറിയ വസ്ത്രങ്ങളുമായിട്ട് ഒരു മനുഷ്യൻ ഇവിടെ വരാറുണ്ടായിരുന്നോ? ചോദിക്കുന്നതിന് ഒരു ശരിയായ ഉത്തരം തരാത്തൊരു മനുഷ്യരുണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തെ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ? ഓ ഉണ്ട്, പലതവണ വന്നിട്ടുണ്ട്. ചോദിക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും മുക്കത്ത് കൂടി അതാ ഒരു മയ്യത്ത് പോകുന്നു. പക്ഷേ ശരിയാണ്, മുക്കത്ത് മൊയ്മോൻ ഹാജി ഈ അദ്ദേഹത്തിൻ്റെ ജനാസ പോകുന്ന സമയത്താണ് ഈ മനുഷ്യൻ പറയുന്നത്. അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു. അതുപോലെ ഈ ഒരു ദിവസം ഇങ്ങനെ അദ്ദേഹം ഇതിലെ കുറ്റിപ്പുറത്ത് പള്ളിയുടെ ഈ സൈഡിൽ കൂടി പോകുന്ന സമയത്ത് ഒരാൾ നെല്ല് വിതയ്ക്കുന്നതായിട്ട് കണ്ടു. നെല്ല് വിതയ്ക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു ഇതൊക്കെ കലത്തിലേക്കുള്ളതാണെന്ന്. ശരിയാണത്. അത് പിന്നീട് മനസ്സിലായത് ഈ നെല്ല് പുഴുങ്ങി ഉണക്കിയ നെല്ലായിരുന്നു അദ്ദേഹം വിതച്ചുകൊണ്ടിരുന്നത്. ആ വിതച്ചുകൊണ്ടിരുന്ന നെല്ല് പിന്നെ എന്താ പറയുക, അത് പിന്നെ മുളക്കില്ലല്ലോ. അങ്ങനെയാണ് അത്. ഇത് കലത്തിലേക്ക് വേണ്ടതായിരുന്നു, അതെടുത്ത് മുളക്കൂല. പിന്നെ അതുപോലെ തന്നെ ഇബ്രാഹിം ഇപ്പോൾ നമ്മളെ മുസ്ലിയാരുണ്ടായില്ല. അപ്പോൾ ഷെയ്ഖുൻ അങ്ങനെ ചോദിച്ചിട്ട് പിന്നെ വേറെ എന്ത് പറഞ്ഞതിന് മറുപടി പറഞ്ഞത് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് ഉപ്പയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പലതവണ വന്നിട്ടുണ്ട്, ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോവുക. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹം ഒരു വലിയായിരുന്നു. നിങ്ങൾ കാണുന്നില്ല, നമ്മൾ കാണുന്നില്ല. അദ്ദേഹം ഇപ്പോൾ വന്നിട്ടുണ്ട്, അദ്ദേഹം ഒരു വലിയായിരുന്നു. വലുത് പറയുകയാണ്, ബഹുമാനപ്പെട്ടവർ പറയും ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കാഴ്ച കാണുന്നില്ല, ബഹുമാനപ്പെട്ടവർക്ക് കാണാം. ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വഫാത്തായത് ഇവിടെ അമ്പലക്കണ്ടി യാർത്തുംകണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആളുടെ പേരൊന്നും പറഞ്ഞില്ല. അത് പേര് എന്താണെന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല, ഓർമ്മയിൽ ഇപ്പോഴും ഇല്ല. അങ്ങനെ ഇവിടെ നമ്മളെ താഴെക്കോട്ട് കുന്നുമൽ നമ്മളെ ബാക്കവി ഉസ്താദുണ്ട്, മുതൽ മുസ്ലിയാർ. അദ്ദേഹം പറഞ്ഞു, അയാളോട് കഥ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതൊരു മഹാനായിരുന്നു. അദ്ദേഹത്തിന് പിന്നെ കബർ അവിടെ തന്നെയാണ്, യാർത്തുകണ്ടി എന്ന് പറയുന്ന ഈ പുത്തൂരടുത്താണത്.